ഒരു തെലുങ്ക് ചിത്രം ആ നാട്ടിൽ ഓടിയതിനേക്കാൾ കൂടുതൽ ദിവസം ഇങ്ങ് കേരളത്തിലോടുന്നു. ആന്ധ്രയിൽ മിക്സഡ് റെസ്പോൺസ് വന്നപ്പോൾ കേരളത്തിൽ 175 ദിവസത്തിലധികം റൺ ചെയ്ത് റെക്കോർഡ് സൃഷ്ടിക്കുന്നു. മലയാളം ഡബ്ഡ് വെർഷനും അതിലെ പാട്ടുകളും കൾട്ട് ക്ലാസിക്കായി നിലനിൽക്കുന്നു. അതിലെ നായകൻ മലയാളികളുടെ പ്രിയപ്പെട്ടവനാകുന്നു. KGF, ധീര, ബാഹുബലി തുടങ്ങിയ അന്യഭാഷ ചിത്രങ്ങളെ പറ്റിയല്ല പറഞ്ഞു വരുന്നത്. ഇവർക്കെല്ലാം മുന്നേ നമ്മുടെ മുന്നിലെത്തിയ നായകനെക്കുറിച്ചാണ്, സിനിമയെക്കുറിച്ചാണ്. മല്ലു അർജുൻ എന്ന ആവേശത്തോടെ വിളിക്കുന്ന അല്ലു അർജുൻ്റെ ഹാപ്പിയെക്കുറിച്ച്. 20 വർഷത്തിനിപ്പുറം ചിത്രം ഇതാ സ്ക്രീനുകളിലേക്ക് വീണ്ടും എത്തുകയാണ്. അതും ഏറെ ഹിറ്റായ മലയാളം വേർഷനിൽ. 2006 ഹാപ്പി പുറത്തിറങ്ങിയത്. അല്ലു ലീഡ് റോളിലെത്തിയ 4ാമത്തെ മാത്രം ചിത്രം. നായകനായ ആദ്യ സിനിമ നേടിയത് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് ആയിരുന്നു. പിന്നാലെ എത്തിയ ആര്യയിലൂടെയും ബണ്ണിയിലൂടെയും അയാൾ കേരളത്തിലടക്കം ഉണ്ടാക്കിയെടുത്ത് വൻ ഫാൻ ബേസ് ആണ്. മല്ലു അർജുൻ എന്ന പേര് കേട്ടു തുടങ്ങുന്നതും ആ കാലഘട്ടത്തിലാണ്. ഹാപ്പി കൂടി എത്തിയപ്പോൾ ആ പേര് അയാളുടെ ഐഡൻറ്റിറ്റിയായി. മലയാളി യൂത്തിനെ അത്രത്തോളം കണക്ട് ചെയ്യുന്ന സിനിമകളായി അല്ലുവിൻ്റെ ഓരോ ചിത്രവും. ആന്ധ്ര കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാർക്കറ്റായിരുന്നു കേരളം. മറ്റൊരു തെലുങ്ക് താരത്തിനും എത്തിപ്പിടിക്കാൻ പോലും ആകാത്ത അത്ര ക്രേസ് ആ 24-കാരൻ സ്വന്തമാക്കിയിരുന്നു. തൻ്റെ ഇഷ്ടമില്ലാതെ ബണ്ണി കാരണം കല്യാണം ഉറപ്പിക്കപ്പെടുന്ന മധുവും അത് മുടക്കാൻ ചെല്ലുന്ന ബണ്ണിയും ഇതിനിടയിൽ ഇവരെ തമ്മിൽ കെട്ടിക്കുന്ന DCPയും ശേഷമുണ്ടാകുന്ന കോലാഹലങ്ങളുമായി ആകെ മൊത്തം കയോസ് നിറഞ്ഞ റൊമാൻറ്റിക് ആക്ഷൻ കോമഡി. ഇതിനിടയിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങളും പാട്ടുകളും സീനുകളുമെല്ലാം ഇന്നും ഹിറ്റാണ്. DCPയെ കൺവിൻസ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വന്ന് കണ്ണട വെച്ച് ബൈക്കിൽ കയറി പോകുന്ന അല്ലുവിൻ്റെ സീൻ അതിന് ഏറ്റവും വലിയ ഉദാഹരണം. ഇന്നും ആ സീൻ മീമുകളിലൂടെ നിരന്തരം നമ്മുടെ മുന്നിലെത്തുന്നു. അഴകെ നീ എന്നെ പിരിയല്ലേ എന്ന സോങ്ങും ക്ലൈമാക്സുമെല്ലാം സിനിമയ്ക്ക് പൂർണ്ണത നൽകുകയും ചെയ്തു. 20 വർഷത്തിനിപ്പുറവും സിനിമ ഓഫർ ചെയ്യുന്ന എൻ്റർടൈൻമെൻറ്റും റിപ്പീറ്റ് വാല്യൂവും ഹൈ തന്നെയാണ്. അതിനാൽ തന്നെ ജൂൺ 12 ചിത്രം വീണ്ടും എത്തുമ്പോൾ തിയേറ്ററുകളിൽ അതൊരു ആഘോഷം തന്നെയാകും. ആദ്യ സിനിമ മുതൽ ഹീറോ എത്തിയ എല്ലാ അല്ലു സിനിമയും മലയാളത്തിൽ ഡബ്ബ് ചെയ്ത് തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. അതിൽ തുടക്കകാലത്ത് വന്നതിനെല്ലാം ലഭിച്ചതും ഗംഭീര സ്വീകാര്യത തന്നെയായിരുന്നു. എന്നാൽ പോകെ പോകെ അല്ലുവിന് കേരള മാർക്കറ്റിൽ ഇടിവ് സംഭവിച്ചു. വിജയ് സിനിമകൾ സ്വന്തമാക്കുന്ന കളക്ഷനോ സ്വീകാര്യതയോ അല്ലുവിൻ്റെ സിനിമകൾക്ക് കിട്ടാതെ പോയി. എന്നാൽ പുഷ്പയുടെ ഗ്രാൻഡ് റിലീസിലൂടെ കേരളത്തിൽ അദ്ദേഹം വീണ്ടും ചുവടുറപ്പിച്ചു. പക്ഷേ 2ാം ഭാഗം ഗംഭീര ഹിറ്റായപ്പോഴും കേരളത്തിൽ നിന്ന് സിനിമയ്ക്ക് ലഭിച്ചത് മിക്സഡ് റെസ്പോൺസ് ആയിരുന്നു. ഇനി വരാനിരിക്കുന്നതും ഏറെ പ്രതീക്ഷയുള്ള ബ്രഹ്മാണ്ഡ ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേത് അറ്റ്ലിയോടൊപ്പം ഒന്നിക്കുന്ന രാഖയാണ്. സൺ പിക്ചേഴ്സ് നിർമ്മിക്കുന്ന ചിത്രം സൈഫൈ ആക്ഷൻ എപ്പിക്കായാണ് പുറത്തിറങ്ങുന്നത്. ദീപിക പദുകോണാണ് നായിക. അതിനുശേഷമുള്ള സിനിമയും ഒരു തമിഴ് സംവിധായകനൊപ്പം തന്നെ, ലോകേഷ് കനകരാജിനൊപ്പം. അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൽ ഒരു മാസ് ക്ലാസ് പ്രൊമോ സോങ് പുറത്തിറങ്ങിയത് ഒഴിച്ചു നിർത്തിയാൽ ചിത്രത്തെക്കുറിച്ച് മറ്റൊരു അപ്ഡേറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ബേസിൽ ജോസഫിനൊപ്പമുള്ള സിനിമയും ഉണ്ടായേക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ട്. അത് നടന്നാൽ മല്ലു അർജുനെ ഒരു മലയാളിയുടെ ഫ്രെയിമിൽ കാണാനും നമുക്ക് സാധിക്കും. അല്ലു തരംഗം കേരളത്തിൽ വീണ്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഹാപ്പി അതിനൊരു റീസ്റ്റാർട്ട് ആവട്ടെ.